ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും വീണ്ടും സ്വാഗതം സുദിനത്തിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പുലരിയാണ്. പുലരിയാകട്ടെ, ഉച്ചയാകട്ടെ, ഇനി സന്ധ്യയാകട്ടെ, ഏത് നിമിഷത്തിനും 8 സെക്കൻഡിലെ ഒരു അംശമാക്കി മാറ്റിയ ഒരു ഫോട്ടോഗ്രാഫായി ഒരു കാലത്തിൻ്റെ പരിച്ഛേദനത്തിന് അമ്മാതിരി തന്നെ പകർത്തി വയ്ക്കപ്പെടുന്നൊരു വലിയ കലയുണ്ട് ഫോട്ടോഗ്രാഫി. ഇത്രയും പറയാറുണ്ടെങ്കിലും നമുക്കൊക്കെയും ഇപ്പോൾ ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴെന്നല്ല, എപ്പോഴായാലും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ മുഖം ഒക്കെ വളരെ മനോഹരമായിട്ടൊരു ഫോട്ടോയിൽ കാണാൻ പറ്റുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ തന്നെ പറയാം. നമ്മുടെ സൗന്ദര്യം മുഴുവനായിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഫോട്ടോസ് കാണാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളത്. പക്ഷേ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടും. പ്രസക്തി അവിടെ നിന്നും മാറുകയാണ്. അതായത് 40 വർഷത്തോളമായി 13 വർഷം മാനുവലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ വിരാജിച്ച് അവിടുത്തെ രാജാവായി മാറിയിട്ട് പിന്നീട് ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞ ഏറ്റവും പ്രിയങ്കരനായ സക്കറിയ പൊൻകുന്നം എന്ന പ്രശസ്തനായ ട്രാവൽ നാച്ചുറൽ ഫോട്ടോഗ്രാഫറാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് സ്വാഗതം ചെയ്യുന്നു സാറിനെ. ഫോട്ടോഗ്രാഫിക്ക് സാധാരണഗതിയിൽ ക്യാമറയുടെ മുമ്പിലുള്ള മുഖങ്ങളാണ് സുന്ദരം. ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോഗ്രാഫർ ക്യാമറയ്ക്ക് പിന്നിലും വളരെ സുന്ദരമായ ചിരിയുള്ള ഒരാൾ കൂടിയാണ്. ശരി, അപ്പോൾ പൊൻകുന്നത്തിലെ ആ കുട്ടിക്കാലവും നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയുടെ കലയിലേക്ക് തിരിയാനുള്ള കാരണമൊക്കെ ആയിട്ടുള്ള ഔപചാരിക ചോദ്യമായിട്ട് തുടങ്ങാം. പിന്നീട് അങ്ങോട്ട് നമ്മൾ അതങ്ങ് ബ്രേക്ക് ചെയ്യും. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള വരവ്? ഇതിലേക്ക് വരവ് എനിക്ക് ചെറുപ്പത്തിൽ വരയ്ക്കാൻ വളരെ താല്പര്യമായിരുന്നു. അത് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയാൻ ഇടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹമാണ് എന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിച്ചു. ഇതൊരു നല്ല മേഖലയാണ് എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട് അദ്ദേഹം. പിന്നീട് നമുക്ക് വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളതിനെയൊക്കെ പതിയെ അങ്ങ് ക്യാമറയിലേക്ക് മാറ്റി. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിന് ശേഷമാണ്. അതായത് 35mm ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് കളറിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പ്രകൃതിയിലേക്ക് തിരിഞ്ഞു, യാത്രകൾ ആരംഭിച്ചു. എല്ലാം വിശദമായിട്ട് അറിയാനുണ്ട്. അതിനു മുന്നേ ആദ്യമായിട്ട് വരുമ്പോൾ ഉള്ള ക്യാമറയുടെ പ്രത്യേകതകളിലേക്ക് വരാം. നമുക്ക് ഒരുപാട് മാറി. ഒരുപാടെന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കുന്നതിലപ്പുറം. പക്ഷെ തുടക്കകാലം അത് 40 വർഷങ്ങളാണ് സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു ക്യാമറ അത് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അതിൻ്റെ ഏതായിരുന്നു, അത് എങ്ങനെയായിരുന്നു എൻ്റെ ഓർമ്മ? ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോഴുള്ള ക്യാമറ ഫീൽഡ് ക്യാമറ എന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണമെന്ന് പോലും ഇല്ല, അവരതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഫീൽഡ് ക്യാമറയും കട്ട് ഫിലിമും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാർക്ക് റൂം. ഇന്ന് വന്ന് ലൈറ്റ് റൂമിൽ എത്തി നിൽക്കുകയാണ്. ഡാർക്ക് റൂമിൽ നിന്നും ലൈറ്റ് റൂമിലേക്ക് ഫോട്ടോഗ്രാഫി എത്തി നിൽക്കുന്നു. കമ്പ്യൂട്ടർ യുഗത്തിൽ എത്തി നിൽക്കുന്നു. അപ്പം ആ ഡാർക്ക് റൂമിൽ 13 വർഷം ഞാൻ ചെലവഴിച്ച ആളാണ്. അവിടെ കട്ട് ഫിലിം, അതിനുശേഷം 120 ഫിലിം, 120 ക്യാമറ, അതിനുശേഷമാണ് 35mm വരുന്നത്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് 35mm ക്യാമറ വിപണിയിലായി. കളർ ഫിലിമിലേക്ക് വന്നു. അങ്ങനെ വലിയ ചേഞ്ചിലേക്ക്. നമ്മൾ ഈ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. എത്ര വർഷത്തെ പഴക്കമുണ്ട് സർ ഈ ഫോട്ടോയ്ക്ക്? ഈ ഫോട്ടോയ്ക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാണ്. ആ ഫോട്ടോയ്ക്ക് അധികം പഴക്കമില്ല, ഒരു 5 വർഷം അത്രേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ വ്യക്തമായ അജണ്ടകളുമായിട്ട് തന്നെയാണോ നമ്മൾ നാച്ചുറൽ ഫോട്ടോഗ്രാഫി അതല്ലേ ട്രാവൽ ഫോട്ടോഗ്രാഫിയിലേക്ക് പോയത്, അതോ അതിലേക്ക് എത്തപ്പെടുകയായിരുന്നോ നിയോഗം പോലെ? എനിക്ക് പ്രകൃതി യാത്രയും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മോർണിംഗിൽ ഉള്ള യാത്രകൾ, കാണുന്ന ഭംഗികൾ, ശരിക്കും എൻ്റെ മനസ്സിലോരോ ഫ്രെയിമുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അത് എടുക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നത് വരെ നമ്മൾ യാത്ര ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും. പലപ്പോഴും സാറിൻ്റെ ചിത്രങ്ങളുടെ ഒരു വലിയ പ്രത്യേകത അത് പെയിൻറ്റിംഗ് ആണോ അതോ ഫോട്ടോയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്രയും പ്രകൃതിയുമായിട്ട് ആ കല ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാണുന്ന ഫ്രെയിമുകളൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇല്ലേ? പ്രത്യേകിച്ച് മൂന്നാറിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വിക്ടർ ജോർജിനോളം ആ മൂന്നാറിൻ്റെ പ്രകൃതിയെ സ്നേഹിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. വിക്ടർ ജോർജുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധമുണ്ട് ഇല്ലേ? അദ്ദേഹത്തിന് ഒന്ന് ഓർത്തെടുത്തിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ആ കാലം തീർച്ചയായിട്ടും എവിടെ ഏതൊരു ഫംഗ്ഷന് വിക്ടർ പോയാലും വിക്ടറിൻ്റെതായ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും, ഒരു കയ്യൊപ്പ്. തീർച്ചയായിട്ടും. ഒരു ഉദ്ഘാടന ചടങ്ങാണെങ്കിൽ പോലും
വിക്ടറിൻ്റെ ഫ്രെയിം വ്യത്യസ്തമായിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതാണ് വിക്ടർ ജോർജ്. നമ്മളാരും കാണാത്തൊരു ഫ്രെയിം പുള്ളി അവിടെ നിന്ന് എടുത്ത് അത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇടും. അത്ര മിടുക്കനായ ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു വലിയ നഷ്ടമാണ് മഴയോടുള്ള അഗാധ പ്രണയം. തീർച്ചയായിട്ടും അല്ലേ? അവസാനം ഒരു ഉരുൾപൊട്ടലാണ് അദ്ദേഹത്തിനെ നമ്മളിൽ നിന്ന് കവർന്നെടുത്ത് കൊണ്ടുപോയത്. മഴയെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മൺസൂൺ. അതെ, ശരി. വീണ്ടും ഈ മൂന്നാറിൻ്റെ ഒക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതിനനുസരിച്ച് യാത്രകളിലേക്ക് പോകുമ്പോൾ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് കൂടുതലും ക്യാമറകൾ തുറന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല, ഗ്രാമങ്ങളെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ് യഥാർത്ഥ ജീവിതം. ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു. അതെ, ശരിക്കും നമ്മൾ വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ ചെന്നാൽ അത് മനസ്സിലാവും. ഗ്രാമങ്ങളുടെ തനിമ കേരളത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, ദക്ഷിണേന്ത്യൻ ഗ്രാമങ്ങളിൽ സംസ്ഥാനങ്ങളെല്ലാം നല്ല ഗ്രാമീണ കാഴ്ചകളുണ്ട്. ഞങ്ങളുടെ വളരെ അടുത്ത സ്ഥലമാണ് കമ്പം, തേനി മേഖലകൾ. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വേറെ ഒരിടത്തും പോകണ്ടെന്ന് തന്നെ അല്ലേ? തീർച്ചയായിട്ടും. അവിടെ ഇഷ്ടംപോലെ ലൈഫ് തന്നെ. ഏർലി മോർണിംഗ് അവർ ജോലിക്ക് ഇറങ്ങുന്നു. നല്ല മോർണിംഗ് ലൈറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ ലൈഫ്, കൃഷിയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് അവരവിടെ സ്വർഗമാക്കിയിരിക്കുകയാണ്. അല്ല, ഞാനും പിന്നെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കണ്ടുപോകുന്ന ഫോട്ടോസിനെ കൃത്യമായി വിലയിരുത്തപ്പെടണം. ഇത് അദ്ദേഹത്തിൻ്റെ ഏർലി മോർണിംഗ് ടൈം മുതൽ രാത്രി വരെയുള്ള ലൈറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷം വരെയുള്ള ആ ഒരു പ്രത്യേക മൂഡുകളിൽ എടുക്കപ്പെട്ടിട്ടുള്ള ഓരോ സമയം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ലൈറ്റിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം ഈ ചിത്രങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമുക്കായിട്ട് പ്രദർശിപ്പിക്കുന്നത്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത, ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിലേക്കുണ്ട്. നേരത്തെ സുമി പറഞ്ഞ പോലെ ആർക്കും ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഡിജിറ്റൽ യുഗമാണ്. ഈ ലൈറ്റിൻ്റെ പ്രസക്തി എത്രമാത്രമാണ്? ലൈറ്റിനാണ് പ്രസക്തി ഫോട്ടോഗ്രാഫിയിൽ. ലൈറ്റാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ കോമ്പറ്റീഷൻ ആണെങ്കിൽ തന്നെ സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിൽ സബ്ജക്റ്റാണ് ഇമ്പോർട്ടൻസ്, അതിലേക്കുള്ള ലൈറ്റ് ആണ് സെക്കൻഡ് വരുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനുള്ള, ലൈറ്റിനെ മനസ്സിലാക്കി ഫോട്ടോ എടുക്കാനുള്ള ഒരു കഴിവ്. ഈ ദൃശ്യത്തിൽ കാണുന്നത് തീ കൊളുത്തുന്നത് പോലെ ആയിരിക്കും തോന്നുന്നത്, സത്യത്തിൽ അതൊരു പൊടിയാണ് തോന്നുന്നല്ലേ? അതെ, ആ മനുഷ്യനവിടെ പണി ചെയ്യുന്നതിൻ്റെ സ്ഥലത്തേക്ക് ലൈറ്റ് വന്ന് വീഴുന്നതാണ്. പക്ഷേ ഈ പോർഷനായിട്ട് ലൈറ്റ് വന്ന് വീഴും മോർണിംഗിൽ, ചില പാർട്സായിട്ട് വന്ന് വീഴും. അങ്ങനെ പെട്ടെന്ന് ഇത് അടുത്തടുത്ത സമയത്തെടുത്ത പടങ്ങളാണ്. അത് തേനിയാണ്. ശരിക്കും പെയിന്റിംഗ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതുവരെ കണ്ട എല്ലാ ചിത്രങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ഒക്കെ ഒരു പെയിന്റിങ്സ് പോലെ തോന്നുന്നുണ്ട്. ലൈറ്റ്നിങ് എന്ത് രസമായിട്ട് ഉണ്ടോ. ഇത് കടമക്കുടി. ഇതൊക്കെ സാറ് ഒരുപാട് രാവിലെ അല്ലേ? ഏർലി മോർണിംഗ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു 6 മണിക്കെല്ലാം എത്തണം. അതാണ് രാവിലത്തെ സമയമാണോ കുറച്ച് കൂടുതൽ ഇഷ്ടം? ഇത് കൊടൈക്കനാൽ, പൂമ്പാറ. അത് വളരെ യാദൃശ്യമായിട്ട് കിട്ടിയ ഫ്രെയിമുകളാണ്. ഇത് ഫെഫ്കാഡ് അവാർഡ് കിട്ടിയ ചിത്രമാണിത്. മോഹൻലാൽ സെലക്ട് ചെയ്തതാണ്, കേരളം എന്നുള്ള സബ്ജക്റ്റിൽ. ഇത് ഏത് ഭാഗമാണ്? അത് കോവിലൂർ. ഇതും ഒറിജിനൽ തന്നെയാണല്ലേ? ഇത് വാഗമൺ. ചിത്രങ്ങൾ കണ്ടിരുന്നു പോകും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, ഓരോന്നിനെ കുറിച്ച് ഒരുപാട് കഥകൾ ഉള്ളത് പോലെ തോന്നും. ചായക്കടയിൽ ആ ലൈറ്റ് കണ്ടോ? അതാണ് ലൈറ്റിനാണ് ഇമ്പോർട്ടൻസ്. സത്യം കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഓരോ ചിത്രങ്ങൾ നോക്കുമ്പോഴും അതിന് ഒരുപാട് പ്രാധാന്യം തോന്നുന്നു. ഫീലുള്ള ചിത്രങ്ങളാണ്, ജീവിക്കുന്ന ചിത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. നമ്മൾ കൊടൈക്കനാലിന് നേരത്തെ സാർ പറഞ്ഞപ്പോൾ ഒരു 24 ഗ്രാമങ്ങളുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ആരും കണ്ടിട്ടില്ലാത്ത ഈ കാണുന്നത്. അതൊരു അതായത് ഫോട്ടോഗ്രാഫി അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഫോട്ടോഗ്രാഫി അബ്സ്ട്രാക്റ്റ്, അങ്ങനെ ഒരു ചിത്രമാണ് അത്. അതൊരു കടൽ തീരത്ത് വെള്ളം, കടല് ഇങ്ങനെ കയറി വരുമല്ലോ, തിര കയറി വന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ മണലിൽ സ്വയം ഉണ്ടായ ഒരു, അതൊന്നുകൂടി കാണിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രേക്ഷകർ ഒന്നുകൂടി ഞെട്ടിയത്. വേറെന്തോ ഒരു പെയിന്റിംഗ് സ്കെച്ച് പോലെയാണ്. അതാണ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് നമുക്ക് ഇഷ്ടംപോലെ ഇമാജിൻ ചെയ്യാം. അതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതായത് കണ്ടോ, ഇത് സത്യത്തിൽ ആരും വരച്ചതല്ല. ഇത് കടലിറങ്ങിപ്പോയി കഴിഞ്ഞതിന് ഇറങ്ങിപ്പോയതിനു ശേഷം തീരത്തുണ്ടായ പാടാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നതാണ്. അതിങ്ങനെ നീളത്തിൽ കുറേ സ്ഥലത്തേക്കുണ്ട്, പല രീതിയിലുണ്ട്. കാഴ്ചകൾ അങ്ങനെയാണ്. നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതിലാണ് കാര്യമുള്ളത് അല്ലേ? ചില മനുഷ്യർക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ചില പ്രത്യേകതയാണ് ഈ പറഞ്ഞ പോലെ. കാഴ്ചകൾ വ്യത്യസ്തമായിട്ട് കാണാം. ശരി, നമ്മൾ കൊടൈക്കനാലിന്റെ രസകരമായിട്ടുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ എത്തി നിൽക്കായിരുന്നു. അതായത് കൊടൈക്കനാൽ നമ്മളെപ്പോഴും കാണുന്ന കുറച്ച് വ്യൂസ് ഉണ്ടല്ലോ. നമ്മൾ പോകുന്ന എന്തിനാണ് കൊടൈക്കനാൽ, അവിടെ കുറച്ച് കാര്യങ്ങൾ പൊതുവായിട്ട് കോമൺ ആയിട്ടുള്ളത്. പക്ഷെ അതല്ലാതെ സാറ് കുറെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അവിടെ കൊടൈക്കനാൽ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പോയി ആ തടാകത്തിലൊരു ബോട്ട് യാത്ര നടത്തുന്നു, അതിലെ ഒന്ന് കറങ്ങി നടക്കുന്നു, എല്ലാവരും തിരിച്ചു പോരുന്നു. എന്നാൽ അതിൻ്റെ സൈഡ് വഴികളിലേക്ക് മാറിക്കഴിഞ്ഞാൽ
ഓരോ ഗ്രാമങ്ങളിൽ നമ്മൾ ചെന്നെത്തുവാണ്. അത് നൂറുകണക്കിന് വർഷമായ ഗ്രാമങ്ങളുണ്ട്. ആ തനിമ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സൂക്ഷിക്കപ്പെടുന്ന അവർ കൃഷി രീതികളെല്ലാം, അവരുടെ കാർഷിക ഇടത്തിൽ ചെരുപ്പിട്ട് കയറാൻ പോലും അവരനുവദിക്കില്ല. ചെരുപ്പൊക്കെ നമ്മൾ വീട്ടിൽ കയറുന്ന പോലെ പുറത്ത് ഊരി വെച്ചിട്ട് വേണം ഒരു ഫോട്ടോ എടുക്കാൻ കൃഷിയിടത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ. അത്ര പവിത്രമായിട്ടാണ് അതിനെ കാണുന്നത്. ഈ കാവേരി നദി തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് ആദ്യമായിട്ട് ഒഴുകി വരുമ്പോൾ ഇവരെല്ലാവരും പോയി അതിനെ നമസ്കരിക്കുന്നൊരു വീഡിയോയൊക്കെ ഇടയ്ക്ക് നമ്മൾ വൈറലായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളിൽ ഇത്രമാത്രം മനോഹാരിതയ്ക്ക് കാരണം അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? വാൻ ഗോഗിൻ്റെ പെയിൻറ്റിങ് പോലെ മനോഹരമായിട്ടുള്ള ഫ്രെയിം. ഇത്രയേറെ കളറുകൾ തേടി പോകുന്നതാണോ അതോ കണ്ണുമുമ്പിൽ വന്ന് പെടുന്നതാണോ? കളറുകൾ ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ, ഉണ്ട്. നമ്മളത് ക്യാപ്ചർ ചെയ്താൽ മതി. നമ്മളെ കൃത്യമായ ഫ്രെയിമിലേക്ക് ആക്കിയാൽ മതി. അത് മൂന്നാറാണ്. ഈ മൺസൂണിൽ കിട്ടിയതാ, കഴിഞ്ഞ മൺസൂൺ. ഇത് നേപ്പാളിലൊരു ഗ്രാമം. യാത്ര അവസാനം ചെന്നെത്തി നിന്നത് നേപ്പാളിലാണെന്ന്. അതെ അതെ അല്ലേ? ഇത് നേപ്പാളാണ്. ഇത് തമിഴ്നാട്. അവരുടെ ഉച്ചഭക്ഷണമാണ് തലയിലിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്ര, കോലാപ്പൂർ എന്ന സ്ഥലമാണ്. കോലാപ്പൂർ അവിടെ കരിമ്പിൻ തോട്ടം ആണ് മുഴുവൻ. കരിമ്പ് വെട്ടാൻ പോകുന്ന അവരുടെ കാളവണ്ടിയാണ്. പച്ച നീല കോമ്പിനേഷൻ വല്ലാണ്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തേനി, നമ്മുടെ കമ്പം തേനി. അതെ. അല്ല, ഇവിടെയൊക്കെ നമ്മളും പോയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാഴ്ചകൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഭംഗിയുണ്ടോ? കളം വരച്ചിട്ട പോലെ. പക്ഷെ കൃഷിക്കാരൻ അറിയുന്നില്ല ഇത്ര ഇങ്ങനെയാണെന്നുള്ളത്. സത്യമായിട്ട് ഞാൻ ഓർക്കാറുണ്ട്, അയാൾ അറിയുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചത്, ഈ തൊടുപുഴ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കപ്പ ഇടുന്നു, ഞാൻ പോകുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ അത് 2 പണിക്കാരെ വെച്ചുകൊണ്ട് അവരിങ്ങനെ ലൈം പിടിച്ച്, കയറുകൊണ്ട് ലൈം പിടിച്ചിട്ട് കൂമ്പലെടുക്കുന്നു, കപ്പ കൂമ്പലെടുക്കുന്നു. ഭയങ്കര രസമായിരിക്കുന്നു അങ്ങനെ ചെയ്തിരിക്കും. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ച്, ആ കൃഷിക്കാരനായിട്ട്. ഞാൻ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു നേട്ടവും പക്ഷെ നല്ല ഭംഗി അങ്ങനെ ചെയ്യുമ്പോൾ. എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കപ്പ അത് അങ്ങനെ ഇട്ടാലും കപ്പയുണ്ടാവും. മനുഷ്യന്റെ സൗന്ദര്യബോധം. അതെ അതെ, കൃഷിക്കാരൻ്റെ സൗന്ദര്യബോധം പുള്ളി ആ സ്ഥലം എടുക്കുക. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മളെ ഉദ്ദീപിപ്പിക്കുന്ന, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ അഭിമാനപൂരിതമാക്കുന്ന കഥകളും കാഴ്ചകളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇല്ലേ? എവിടെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? എനിക്ക് രാജസ്ഥാൻ. നിറങ്ങളുടെ നാട്. അതുപോലെ ചരിത്രം ഉറങ്ങുന്ന രാജാക്കന്മാരുടെ ചരിത്രം. ജോധ്പൂർ കൊട്ടാരത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നും. കാരണം 800 വർഷങ്ങൾക്ക് മുമ്പ് പണിത കൊട്ടാരത്തിൻ്റെ ഭംഗി, അതിൻ്റെ ഗാംഭീര്യം ഇന്നാർക്കെങ്കിലും പണിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഭയങ്കരമാണ്. തീർച്ചയായിട്ടും. അതുപോലെ ഒരു അത്ര 25 കിലോമീറ്ററോളം കോട്ട കെട്ടി തൻ്റെ പ്രജകളെ അതിനകത്ത് കൃത്യമായിട്ട് സൂക്ഷിച്ച് നോക്കുന്ന അന്നത്തെ കാലഘട്ടം. ഇപ്പോഴും അതങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ? സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഭാഗം ഹോട്ടൽ ഗ്രൂപ്പ്സ് എന്തെങ്കിലുമൊക്കെയാണ്. ഫോട്ടോ എടുക്കാൻ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, നമുക്ക് അനുവാദമുള്ള സ്ഥലങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ഇത്തരം യാത്രകളിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരിക്കും. ഒറ്റയ്ക്കാണോ യാത്ര അതോ? കൂടുതലും ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രെയിം കിട്ടിയില്ല എന്ന് വരും. ചിലപ്പോൾ നമുക്ക് മിസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡെസ്ക് ലൈറ്റ് ആയിരിക്കില്ല രാവിലത്തത്. ചിലപ്പോൾ മഴക്കോള് വന്ന് മൂടിയിട്ടുണ്ടാവും. ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ദിവസം എനിക്ക് കൊടൈക്കനാലിൽ നല്ലൊരു ഫ്രെയിം കിട്ടി. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, തിരുവനന്തപുരംകാരനെ പി കരുണാകരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണ്. ഞങ്ങളൊന്നിച്ച് കൊടൈക്കനാൽ അങ്ങനെ ആ ഗ്രാമത്തിൽ പോയി. ഒരു ദിവസം വളരെ ആദൃശ്യമായിട്ട് കുറേ മോർണിംഗിൽ നല്ല പടങ്ങൾ കിട്ടി. അപ്പോൾ ഞങ്ങൾ അന്ന് തിരിച്ച് പോരാണ്ടിരിക്കുകയാണ്. ഹോട്ടലൊക്കെ വിട്ട് അങ്ങ് പോയതാണ്. ആ ഫ്രെയിം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാം എന്ന് വെച്ച് വീണ്ടും തിരിച്ചു വന്ന് റൂമെടുത്ത് അവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗിൽ അതേ ടൈമിൽ ആ സ്ഥലത്ത് ചെന്നു. ഒന്നും കിട്ടിയില്ല. അന്ന് സൂര്യൻ ഉദിച്ചിട്ടേ ഇല്ല. വെറുതെ ഇങ്ങനെ ഒരു മൂടി ക്ലൗഡി ഇതിൽ കിടക്കും. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു ദിവസവും പിന്നീട് കിട്ടില്ല. ഒരിക്കലും കിട്ടില്ല. ഒരിക്കലും കിട്ടില്ല. അന്ന് കിട്ടുന്ന അപ്പോൾ കിട്ടുന്ന ആ നിമിഷം കിട്ടുന്ന അപ്പോൾ എടുത്തിരിക്കണം. കാലം നമുക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്ന ചില ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമിൽ നിന്ന് പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറിപ്പോകരുത്. അതെ, നിയോഗം പോലെ നമ്മൾ ആ സമയത്ത് അവിടെ എത്തപ്പെടണം, നമ്മൾ എടുത്തോണം. എക്സിബിഷൻസ് ഒക്കെ ഒരുപാട് ചെയ്തു ഉണ്ട്. ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പുകളായിട്ട്. ഇത് പനയോലയാണെന്ന് തോന്നുന്നു. അത് പനയോലയിൽ വെയിൽ വീണുണ്ടായ ഒരു
ഷാഡോ അല്ലേ? ഗംഭീരം. ഇത് വട്ടവടയിൽ വട്ടവട ഒരു ആദിവാസി സ്ത്രീയാണ്. അവര് എന്തൊരു ഭാരമാണ് അവർ ചുമക്കുന്നതെന്ന് നമുക്ക് ശരിക്കും ഉണ്ടല്ലോ. നമ്മൾ കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റിലേക്ക് പോയാൽ ഒരുപാട് അധ്വാനിക്കുന്ന സ്ത്രീകളെ കാണും. പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഗ്രാമീണ ജീവിതം മുഴുവൻ സ്ത്രീകൾ മുഴുവൻ ഭയങ്കര അധ്വാനത്തിലാണ്. ഒരു കമ്പന്തേനി റോഡിൽ സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ ഈ ആംഗിളിൽ ഈ കാഴ്ച ആദ്യമായിട്ടാണ്. ഇതൊരു ചരിത്ര അറിയുമല്ലോ, തെന്മല ഉറുകുന്ന്. അതിൻ്റെ ഇപ്പോൾ അത് ആ ഷേപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ബ്രോഡ് ഗേജ് ആക്കി. അതെ, 13 കണ്ണറ പാലം. അത് തന്നെ. ഇത് മൂന്നാറായിരിക്കും. അല്ല, ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ഫോറസ്റ്റ്. വളരെ സാധാരണമായിട്ടുള്ള ദൃശ്യങ്ങളാണ്, പക്ഷെ അതിന്റെ മികവ് കൊണ്ട് അതിന്റെ കളർ കോമ്പിനേഷൻ എന്നെ ആകർഷിച്ചത് അതിന്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. അദ്ദേഹം അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്രീൻ കുറച്ചുകൂടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഓരോ ചിത്രങ്ങളിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉഴുന്നുവടയും കരിക്കും ഉണ്ടോ, ഗ്രീനറി ഉണ്ടോ? ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഓരോ പിക്ചേഴ്സിൽ ഇപ്പം നിറഞ്ഞു. ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ എല്ലാവർക്കും ഉണ്ടോ, എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം കൃഷിയുടെ ഭംഗിയുണ്ടോ കൃഷി ചെയ്യുന്ന. അല്ല, ഈ പാറ്റേൺ പോയി കണ്ടുപിടിക്കും. ഇപ്പം നമ്മളൊരു ഫ്രെയിമിന് വേണ്ടിയിട്ട് സ്വാഭാവികമായ സംശയമാണ്, തലേ ദിവസം പോയി നോക്കി വെക്കുമോ അതോ അങ്ങ് യാത്ര ഒരിക്കലും ഇല്ല. അങ്ങനെ നോക്കി വെക്കുന്ന കാര്യങ്ങളില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതെല്ലാം. ഇത് വെള്ളവും വെള്ളാരം കല്ലുകളുമാണ്. ഏറ്റവും നല്ല പ്യുവർ വനത്തിൽ നിന്ന് കിട്ടിയതാണ്. നല്ല പ്യുവർ ഒരു പുഴയുടെ അവസ്ഥയാണ്, മണലാണത്. പുഴയുടെ അടിത്തട്ട് തെളിഞ്ഞ് കാണുന്നതാണ്. അതെ. ഒരു നേപ്പാളി സ്ത്രീയും കൊച്ചും, 2 തലമുറ, 3ാമത്തെ തലമുറ. അതെ. അവർ കുട്ടികളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പുറത്ത്. കാലിച്ചന്ത നേരത്തെ നമ്മൾ കണ്ട ഈ കാലിച്ചന്ത മുണ്ടക്കയത്തിന് അടുത്ത് കൊടികുത്തി എന്ന സ്ഥലത്ത് എല്ലാ വ്യാഴാഴ്ചയുള്ളൊരു കാലിച്ചന്തയാണ്. 5000-ഓളം കാലികളെല്ലാം വ്യാഴാഴ്ച അവിടെ. ഒരു നേപ്പാളി ഗ്രാമം, കടുകാണ്. കടുകിനകത്ത് പുരസ്കാരങ്ങളുടെ കാര്യം എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയണം. അതിമനോഹരമായിട്ടുള്ള അത് അവാർഡ് കിട്ടിയതാണ്. അതാണ് പുരസ്കാരം എന്ന് പറഞ്ഞതും. ഒരു ചോദ്യചിഹ്നം പോലെ. അത് നമ്മുടെ ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൽ അഞ്ചുരുളി പറഞ്ഞ സ്ഥലമാണ്. അവിടെ DTPC എല്ലാ വർഷവും ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യും, കുറച്ച് ദിവസത്തേക്ക്. അതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് തോന്നുന്നു. വരണ്ട പാടവും പച്ചപ്പും വെള്ളവും ഒരു ഫ്രെയിമിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അതെ. വെറുതെ തുണി അലക്കി ഉണക്കാനായിട്ട്. ഇതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് പിന്നീടാണെന്ന് തോന്നുന്നു. അതെ. ഇത് ഉത്തരാഖണ്ഡില് ജിം കോർബറ്റ് ഉള്ള വനമുണ്ടല്ലോ, സ്ഥലമാണ്. ഇതൊക്കെ മനുഷ്യൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നതാണ്. ഓരോ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് വെറുതെ വനം വെട്ടിയെടുത്ത് നശിപ്പിച്ചു. പിന്നെ പ്രോജക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. റബ്ബർ തോട്ടമാണത്. ഇത് റബ്ബർ തോട്ടത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇതിനൊരു സന്ദേശമുണ്ട്. നമ്മൾ കൃഷി ചെയ്യേണ്ട സ്ഥലങ്ങൾ ദൈവം തന്നെ തീരുമാനിച്ച സ്ഥലങ്ങളുണ്ട്. പാടം പാടമായിരിക്കണം, കരയായിരിക്കണം. ഇത് പാടം നികത്തി റബ്ബർ വെച്ചതിൻ്റെ ബാക്കി പത്രമാണ്. അപ്പോൾ മഴക്കാലം വരുമ്പോൾ അതിനകത്ത് വെള്ളം പോകും. പാടത്തിനാല് മഴക്കാലം ആകുമ്പോൾ വെള്ളം പൊങ്ങുമല്ലോ. അതൊരു തമിഴ് ഗ്രാമമാണ്. പുരസ്കാരങ്ങളിലേക്ക് വരാം. നമുക്ക് 1-2 അല്ല, ചെറിയ രീതിയിലുമല്ല, 75ഓളം അല്ലേ പുരസ്കാരങ്ങൾ. 78 പുരസ്കാരങ്ങളാണ്. ആദ്യം തുടങ്ങിയത് തന്നെ മാതൃഭൂമി പുരസ്കാരത്തിലാണ്. മാതൃഭൂമി 91 മാതൃഭൂമി കാർഷിക ഫോട്ടോഗ്രാഫി അവാർഡ്. പിന്നീട് ഇതുവരെയും ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരുന്നു. അവാർഡുകൾക്കായിട്ട് പക്ഷേ സാർ ഫോട്ടോ എടുക്കാറില്ല. ഇല്ല, നമ്മുടെ ഒരു പാഷനാണ് ഫോട്ടോ. അതെ, എടുക്കുന്നത് എന്നെ ബേസ് ചെയ്ത സബ്ജക്റ്റുകൾ വരും. എൻ്റെ കയ്യിലുള്ള ഫ്രെയിമുകളെ അങ്ങനെ പ്രസന്റ് ചെയ്യും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ക്രൈസാണ്. ആർക്കും എല്ലാവരും പണ്ടൊക്കെ ബൈക്ക് എടുക്കുന്നതായിരുന്നു കൂടുതൽ താല്പര്യമെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമറ, അഡ്വാൻസ് ടെക്നോളജി ഉള്ളൊരു ക്യാമറ എടുക്കലാണ് പിള്ളേരുടെ. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ള പിള്ളേർ മുഴുവൻ. അതെ. പക്ഷേ പലപ്പോഴും ഈ ഇപ്പോൾ എത്ര പേരെടുത്താലും ഇത്രയും ഭംഗി കാണാറില്ല. അങ്ങനെ ഉള്ളവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതെന്തായിരിക്കും? എന്താണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ബേസ് ഘടകങ്ങൾ? ഇപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫോട്ടോഗ്രാഫി പാഠങ്ങൾ എന്തൊക്കെയാണ്? ബേസ് നമുക്കൊരു ആർട്ടിസ്റ്റിക് മൈൻഡ് ഉണ്ടായിരിക്കണം ഫസ്റ്റ്, ഒന്നാമത്. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് ചിന്തിക്കരുത്. അതെ, ഇതൊരു കലയാണ്. ഫോട്ടോഗ്രാഫി ഒരു കലയാണ്. ആ കലയെ നമ്മുടെ ഉള്ളിൽ നിന്നും ഫ്രെയിമുകൾ ഉണ്ടായി വരണം. നമ്മൾ 3 പേര് ഇപ്പോൾ ഒന്നിച്ചൊരു സ്ഥലത്ത് പോയാലും
ഞാൻ കാണുന്ന ഫ്രെയിം നിങ്ങൾ കാണണമെന്നില്ല. അതെ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാവുന്ന കാര്യമല്ല. നമ്മൾ എടുത്ത് തന്നെ ശരിയാവണം. ഫോട്ടോ എടുത്ത് തന്നെ ഓരോ ഫ്രെയിമിലും എന്ത് വരണം എന്ത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഏതൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരണം. മനസ്സിലായി. ഫോട്ടോ എടുത്തെടുത്ത് തന്നെ ശരിയാവണം. സിനിമ എന്നത് ഒരു സംവിധായകനും 10-200 ക്രൂ മെമ്പേഴ്സും ഒക്കെ ചേർന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസിഷൻ മേക്കർ നമ്മളാണ്. അതെ, സംവിധായകൻ, ഛായാഗ്രാഹകൻ, എല്ലാം കലാസംവിധായകൻ ഒക്കെ നമ്മൾ തന്നെയാണ്. ഈ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്തു എന്നുള്ളതിൻ്റെ കൗതുകമാണ് അതിലിപ്പോഴും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിലൂടെ പോകുമ്പോഴാണ് ഏറ്റവും ലളിതമായ സുന്ദരമായ കാഴ്ചകൾ കിട്ടുന്നതെന്ന് സാർ നേരത്തെ പറയുകയും ചെയ്തു. പക്ഷേ ഗ്രാമങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടും പുറത്തിലേക്ക് നഗരത്തിന്റെ കടന്നുകയറ്റം ഒരു ഇച്ചിരി കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന കാലവുമാണ്. നേരത്തെ പറഞ്ഞതിൽ എവിടെയോ കേരളത്തിലാണത് കൂടുതൽ, പുറം നാടുകളിൽ വലിയ പ്രശ്നമില്ല എന്നാണ് കേട്ടത്. അങ്ങനെയാണോ? എങ്ങനെ? എന്താ നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം? നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിന്റെ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിന്റെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടൊക്കെ ആണെങ്കിൽ ഒരുപാട് പുതിയ റോഡുകൾ അത് ടാർ ചെയ്ത് ഒക്കെ അതിൻ്റെ ഗ്രാമീണ റോഡിൻ്റെ ഫ്ലാറ്റുകൾ ഒരുപാട് കെട്ടിടങ്ങൾ വരുന്നു. ഗ്രാമീണ റോഡിൻ്റെ ഭംഗി പോകുന്നു. നമ്മളെപ്പോഴും കമ്പം തേനിലേക്ക് ചെന്നാൽ അവർ ആ ഗ്രാമീണ റോഡ് എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. 100 കണക്കിന് ഏക്കർ പാടങ്ങളുണ്ട്. പക്ഷെ അവരവിടെ നിന്നെല്ലാം അവിടെയൊക്കെ ഇല്ല, ഈ റോഡ് ഇങ്ങനെ ടാർ ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ആ മൺപാതകൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആ കൃഷി സ്ഥലത്ത് നിന്ന് അവരത് കാളവണ്ടി കയറ്റി നല്ല റോഡിലേക്ക് കൊണ്ടുവന്ന് ലോറിയെ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ തന്നെ നിലനിർത്തപ്പെടുന്നു. നമ്മുടെ ഇവിടെ വികസനം എന്ന് പറഞ്ഞ് അപ്പോഴെ ഒരു റോഡങ്ങ് ടാർ ചെയ്ത് അതവിടെ ആവശ്യമാണോ, ടാറിങ് ആവശ്യമാണോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് വികസനം കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒരു പാളിച്ചകൾ ആ ഗ്രാമീണ സ്വഭാവം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. സംസ്കാരത്തിൻ്റെ കാര്യത്തിലേക്ക് കൂടി വരണം. നമ്മൾ ഭാരത സംസ്കാരത്തിൽ നിന്ന് നേപ്പാളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു സംസ്കാരത്തിൻ്റെ ഭൂമികയിലേക്ക് എത്തപ്പെട്ടതുപോലെയാണ് അല്ലേ? അവിടെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് നമ്മളെ അത് ആകർഷിച്ചത്? ഞാൻ ശരിക്കും നേപ്പാളിൻ്റെ ഗ്രാമങ്ങളിലാണ് പോയത്. മണ്ണ് കൊണ്ടുള്ള വീടുകളാണ് ഇപ്പോഴും. ഭയങ്കര സുഖമാണ് അതിനകത്ത് താമസിക്കുക. പക്ഷെ അത് അവരുടെ ദാരിദ്ര്യാവസ്ഥയിൽ അവർ ചെയ്തിരിക്കുന്നതാണ്. വളരെ നല്ല മനുഷ്യർ, സ്നേഹവും ഒക്കെയുള്ള, ബഹുമാനമൊക്കെ ഉള്ള നല്ല മനുഷ്യർ. അവർ കൃഷി ചെയ്ത് തന്നെ ജീവിക്കുന്നു. ദാരിദ്ര്യം ഉണ്ട്, വളരെയധികം ദാരിദ്ര്യമുള്ള സ്ഥലമാണ് നേപ്പാളിൻ്റെ ഗ്രാമങ്ങൾ. ശരിക്കും നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. രാജഭരണമായിരുന്നല്ലോ. അങ്ങനെയുള്ള കുറവുകളുണ്ട് അവിടെ. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലും നമ്മൾ അഗ്രഗണ്യനാണ് എന്നാണ് കേട്ടതും ഒക്കെ. എന്താണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി? പോർട്രേറ്റിൽ ഒരു ആളിൻ്റെ വ്യക്തിത്വം തെളിയണം. ഒരു പോർട്രേറ്റ് പിക്ചറിൽ ആൾ ആരാണ്, എന്താണെന്നുള്ളത് തെളിഞ്ഞ് കിട്ടുന്നതായിരിക്കണം. ഒരൊറ്റ ഫോട്ടോ കൊണ്ട് കൂടുതൽ എഴുതേണ്ട കാര്യമില്ല. ഒറ്റ ഫോട്ടോ കൊണ്ട് തെളിയണം. അതായിരിക്കണം പോർട്രേറ്റ്. പൂർണ്ണമായിട്ടും നിന്നുപോയി. ഈ യാത്ര ചെയ്യുന്നതിനിടയിലൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ്. ശരി, ഇങ്ങനെ ഓർക്കും. പൊൻകുന്നത്ത് പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓടിച്ചാടി നടന്ന പറമ്പിൽ നിന്നൊക്കെ നേപ്പാൾ വരെയും ലോക ഭൂപടത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് ഇനി പോകാൻ പ്ലാനും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഈ സമയത്ത് നാടിന്റെ അംഗീകാരം, സ്വന്തം നാട്ടുംപുറത്തിന്റെ ഒരു പാറ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ? നാട് എങ്ങനെയാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്? എല്ലാ രീതിയിലും അവരെന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പിന്തുണയും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷം ഇടുന്ന ഫോട്ടോകൾക്കെല്ലാം ലൈക്കും കമൻറ്റും. അവരുടെ കമൻസ് വളരെ വിലയേറിയതാണ്. കൃത്യമായിട്ട് റീഡ് ചെയ്യും. ഈ കാണുന്നത് മൂന്നാറാണോ? അതെ, മൂന്നാറിലെ ലയങ്ങളാണ് തൊഴിലാളികൾ താമസിക്കുന്നത്. ഇത് ബെറ്റർ ഫോട്ടോഗ്രാഫി മാഗസിൻ അവരുടെ ഹാൻഡ് ബുക്കിൽ ലാൻഡ്സ്കേപ്പിൻ്റെ മെയിൻ ആയിട്ട് തിരഞ്ഞെടുത്ത ഫോട്ടോ ഇതാണ്. ലാൻഡ്സ്കേപ്പ്. ഇതും ഒരു ഗ്രാമമാണ്. അത് കർണാടകത്തിലെ പൈക്കിടാവും. ഇത് ഇടുക്കി ഡാം തവണ ഏറ്റവും നിറഞ്ഞു നിന്ന് അത് തുറന്നു വിടുന്നതിന് തൊട്ട് 2 ദിവസം മുമ്പ് എടുത്തിടും. ഇടുക്കി ഡാം തുറന്നു വിടുന്നതിന് 1258 അടിയോളം എത്തിയപ്പോൾ ഈ മൺസൂണിൽ ഏലപ്പാറയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അയാളുടെ ധൈര്യമാണ് ഓർത്തത്. ഒത്തിരി ഇരച്ചു വരുന്ന മലവെള്ളത്തിനകത്ത് കയറി നിന്ന്. എന്താ കാണുന്ന പൊട്ടുകൾ? ഇത് ലാൻഡ്സ്കേപ്പ്. അത് റീപ്ലാന്റ് ചെയ്യാണ്. ടീ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു തണൽ മരം ഉണ്ട് ഇതിനകത്ത്, ടീക്ക്. ആ മരം കൂടെ അവർ വെച്ച് വിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. അതിന് മറ വെച്ചിരിക്കുന്നതാണ് ഓരോ
അത് ശരി. ചിത്രശലഭം. അയ്യോ. അത് ഗവിന്ന് കിട്ടിയത്. നമ്മുടെ പത്തനംതിട്ടയിലെ ഗവി. അതെ. ഇത് ജോധ്പൂർ, രാജസ്ഥാൻ. ജോധ്പൂരിലെ വീടുകളാണത്. അതെ അതെ. അവിടെ അത് ബ്ലൂ സിറ്റിയാണ്. പിങ്ക് സിറ്റി ജയ്പൂർ. അതെ അതെ. പപ്പായത്തണ്ടാന്നോ? അല്ല, ചേമ്പല. അത് ചേമ്പലയുടെ സ്കെൽറ്റൻ ആണ്. പുഴു തിന്ന് കളഞ്ഞു. പുഴു തിന്നത് ഇങ്ങനെയായതല്ലേ? എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ്, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. AKP അസോസിയേഷന്റെ ട്രിവാൻഡ്രത്ത് നടന്നൊരു പ്രോഗ്രാമാണ്. PS അച്യുതാനന്ദൻ ആ പ്രോഗ്രാം വിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നവരാണ്. കണ്ടോ, അവിടെയും ആ നീലയും പച്ചയും കൃത്യമായി വന്നിട്ടുണ്ട്. പാറ്റേൺ. ഇത് മാപ്പിൾ ലീവ്സ് അല്ലേ സാറേ? ഇത് അതെ അതെ. ഇത് പെരിയാർ. ചെമ്മരിയാട്ടിൻ കൂട്ടവും ഇടയനും. മസനഗുഡി. വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാജിക്. മീനുമായിട്ട് പോവാൻ തോന്നുന്നു. അതെ അതെ. അത് ഇതെങ്ങനെ കിട്ടി ഏരിയൽ ഫോട്ടോ? അത് ഒരു പാലത്തിന്റെ മുകളിൽ നിന്നാണ്. രണ്ടാമതൊന്നുകൂടി നോക്കേണ്ടി വരും ആ ചിത്രം എന്താണെന്ന് മനസ്സിലാവും. ആ ചിത്രത്തിനകത്ത് ഞാൻ കണ്ട ഒരു മെസ്സേജ് പറയട്ടെ. ആ അമ്മയുടെ ആ ഭവനത്തിൻ്റെ മുഴുവൻ ഭാരവും ആ അമ്മയുടെ തലയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നാടൻ ചായടി, ഒരു നാടൻ ചായ കുടിക്കാൻ തോന്നുന്നു ഈ ചിത്രം കണ്ടപ്പോൾ. ലൈറ്റ് ചായ എന്ന് ഞാൻ അതിന് കുറിപ്പ് കൊടുത്ത്. ലൈറ്റ് ചായ. പെയിന്റിങ്ങിനേക്കാൾ മനോഹരം. ഇത് കൊല്ലം ബീച്ച്. ഇത് ഇങ്ങനെ കിട്ടുമോ സർ? തീർച്ചയായിട്ടും കിട്ടും. ഇതും വീണ്ടും ജോധ്പൂർ തന്നെയാണ്. ആ പകൽ മുമ്പേ കണ്ടതിന്റെ നൈറ്റ് വ്യൂ ആണ്. ഇതെന്താണെന്ന് പറയും. ഇതാരും വരച്ചതല്ല. അല്ലല്ല, അതെന്താണെന്ന് പറയാം ആദ്യം. ഇത് വാഴയില മടക്കി വെച്ചിരിക്കുന്ന. കറക്റ്റ് ആണോ? സദ്യക്ക് വേണ്ടി സദ്യക്ക് തൊട്ട് മുമ്പ് ഇല ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. സമ്മതിച്ചു, ഞാൻ ഏതോ ഒരു പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നു വിചാരിച്ചു. ഇത് പിന്നെ റിഫ്ലക്ഷൻ ആണ്. അതെ, റിഫ്ലക്ഷൻ. അതാണ് കാഴ്ചകൾ കാണുന്നതിലെ വ്യത്യസ്തതയാണ്. എന്താണ് നമ്മൾ കാണുന്നത് എന്നുള്ളതിലല്ല, അത് എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് സമയമുള്ള കാര്യത്തിൽ ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ടാക്കാം ഒരു സ്ഥലത്ത് തന്നെ. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം പോലല്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നേച്ചറിന്റെ വൈൽഡ് ലൈഫ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോ ഏറ്റവും അധികം സാറ് വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സത്യം, കാരണം ടീസറും പ്രോമോയും അവരുടെ സേവ് ഡേറ്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരുപാടധികം വിവാഹത്തിന് ഇതിനു വേണ്ടി കാശ് മുടക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നവരുടെ എണ്ണം ഒരുപാട് കൂടി. ഫോട്ടോഗ്രാഫി മേഖല കേരളത്തിൽ ഒരു വലിയ മേഖലയാണ്. ഒരുപാട് പേര് പ്രത്യേകിച്ച് ഡിജിറ്റലിലേക്ക് വന്ന ശേഷം ഒരുപാട് ചെറുപ്പക്കാർ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇടാൻ സേവ് ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നവരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്രോച്ച് ചെയ്യുന്നവർ എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറുള്ളത്? കാൻഡിഡുകൾക്കാണ് മാർക്കറ്റ്. തീർച്ചയായിട്ടും അതെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നു. അല്ല, നമ്മുടെ ഒരു സുഹൃത്തിന്റെ പിന്നെ വെഡിങ് ഫോട്ടോഗ്രാഫി ടീമിനകത്തെ 3 ഫോട്ടോഗ്രാഫറെ കാൻഡിഡ്സ് എടുക്കാൻ വേണ്ടി മാത്രം അസൈൻ ചെയ്തിട്ടുണ്ട്. ഒളിച്ചു നിന്ന് പടങ്ങൾ എടുക്കാൻ മനുഷ്യർക്ക് ഇഷ്ടമാണ്, അത് കാണാൻ മറ്റുള്ളവർക്കും ഇഷ്ടമാണ്. ഫാമിലിയെ കൂടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്തിട്ട് അവസാനത്തിലേക്ക് നമ്മൾ പോവാണ്. മകനും ഈ ഒരു ഫീൽഡിലേക്ക് വളരെ സജീവമായിട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ജേക്കബ് സക്കറിയ. ജേക്കബ്, ഓക്കെ, ശരി. അദ്ദേഹം ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് അതിനോടാണ് താല്പര്യം. അദ്ദേഹം കുറച്ചുകൂടി അഡ്വാൻസ് ആയി അല്ലേ? വരാനിരിക്കുന്ന ഒരു 10-20 വർഷത്തേക്ക് പിന്നെ നിൽക്കാൻ പോകുന്ന ഒരു മേഖല അദ്ദേഹം സ്വയം അങ്ങ് തിരഞ്ഞെടുത്തു. പിന്നെ ഒരു മകളുണ്ട്, 1ാം റാങ്കുകാരിയാണ്. എം എ. സാറിനോട് ചോദിക്കട്ടെ, മകള്? മോള് ഡിഗ്രി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഗാന്ധി യൂണിവേഴ്സിറ്റി, കോട്ടയം CMS കോളേജിൽ. ഇവിടെ PG ലിറ്ററേച്ചർ MA ഫസ്റ്റ് റാങ്ക്. വൈഫിനെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട്. വൈഫ് ബീന, ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ ആ മുഖമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ സ്ത്രീമുഖം. ഒരുപാട് സന്തോഷം. നമ്മുടെ അവസാനത്തെ സത്യം പറഞ്ഞ ചിത്രങ്ങൾ കണ്ടിരുന്നിട്ട് മതിയായില്ല കേട്ടോ. എത്ര മനോഹരമായിട്ടാണ്. ഒരു പക്ഷേ ഞങ്ങളുടെ സേതു സാർ പറയുന്നുണ്ടായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫറുടെ കഴിവ് എന്ന് പറയുന്നത് പ്രകൃതിയെ പെയിന്റിംഗ് ആണോ ഫോട്ടോയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലൈൻ ഉണ്ട്. അതിനെ ഇല്ലാണ്ടാക്കി അലിയിപ്പിച്ച് കളയുന്നിടത്താണ് കഴിവ്, യഥാർത്ഥ കഴിവ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത് ഒരു മഹനീയ കലാകാരനെയാണ്.
ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ ദിവസം അരമണിക്കൂർ വളരെ മനോഹരമാക്കി തന്നു. താങ്ക് യു. ഒരുപാട് രാജ്യങ്ങൾ കാണാൻ പറ്റട്ടെ. ഭൂട്ടാനിലൊക്കെ പോയി താങ്കൾ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു ഇന്റർവ്യൂ കൂടി എടുക്കാൻ പറ്റും. ഒരുപാട് പുരസ്കാരങ്ങൾ അംഗീകാരങ്ങളും ഇതിനു വേണ്ടി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ശരി. എം എസ് സക്കറിയ സാറിന്റെ ഫോട്ടോസിനെ കുറിച്ചും ഇന്നത്തെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ddsudanam@gmail.com എന്നതാണ് ഞങ്ങളുടെ മെയിൽ ഐ ഡി. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാണാനും കേൾക്കാനും അറിയാനുമുള്ള വ്യക്തികളുമായിട്ട് ഞങ്ങൾ വീണ്ടും സുദിനത്തിൽ മടങ്ങിയെത്തും. അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.